ഹലോ ഓൾ, വെൽക്കം ടു ബയോമാസ്റ്റർ PSC. ഇന്നത്തെ നമ്മുടെ നെറ്റ് ലൈഫ് സയൻസിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്ന ടോപ്പിക് 2020 ജൂണിൽ ഷിഫ്റ്റ് 1 നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന യൂണിറ്റ് 8 ഇൻഹെറിറ്റൻസ് ബയോളജിയിൽ നിന്നുള്ള പാർട്ട് ബിയിലും പാർട്ട് സിയിലും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഏത് ലെവലിലാണ് വന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇൻഹെറിറ്റൻസ് ബയോളജിയുടെ ബേസിക് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി വരികയായിരുന്നു. അപ്പോൾ ഇനി ഏത് ലെവലിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ഏത് ടോപ്പിക്സാണ് അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് മുൻപേ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ യൂട്യൂബിലെ ക്ലാസ്സുകൾ കണ്ടിട്ട് ഒത്തിരി പേര് വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച്. പക്ഷേ വിളിച്ച കുറേ പേര് ജോയിൻ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾ PSCയുടെ മറ്റ് എക്സാംസൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിനൊക്കെയുള്ള പ്രിപ്പറേഷനിലായിരുന്നുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്തത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എനിവേ, ഞാൻ നിങ്ങളോട് ഈ ഒരു നമ്മുടെ നെറ്റിൻ്റെ ഒരു ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേ ബാച്ചുകളോ അല്ലെങ്കിൽ ഒരു റെഗുലർ ബേസിൽ പോയി ക്ലാസ്സിൽ കോച്ചിങ് എടുക്കാൻ പറ്റാത്തവർക്ക്, നെറ്റിൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ബയോമാസ്റ്റർ PSCയുടേത്. കാരണം നമ്മുടെ സമയത്തിനനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ പോകുന്നവർ MSc ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ രീതിയിൽ പോർഷൻസ് നമ്മൾ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ പോർഷനുകളാണ് നമ്മൾ ഓരോ ദിവസവും പഠിക്കുന്നത്. നമ്മൾ എക്സാംസ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് ആണെങ്കിലും വളരെ കുറച്ചായിട്ട് വളരെ ഡീപ്പായിട്ട് എന്നുള്ള രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നേരത്തെ തന്നെ ജോയിൻ ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ ടോപ്പിക്സ് കുറച്ച് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടാവും. നിങ്ങളൊരു 2-3 months കഴിഞ്ഞിട്ടൊക്കെ വന്ന് ജോയിൻ ചെയ്യാനായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരുപാട് ടോപ്പിക്സ് മുന്നോട്ട് പോയിട്ടുണ്ടാവും. ഇതിപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കൂടിയും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡെയിലി പഠിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ മാത്രം ചെറിയ ടോപ്പിക്സാണ് നമ്മൾ ഓരോ ദിവസവും പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് മാക്സിമം ഈ ഒരു സൗകര്യം, ഈ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് സ്ട്രക്ചറിൽ നമ്മൾ ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം നെറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കണം, നെറ്റ് ക്ലിയർ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആസ്പിരൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ ഇപ്പോൾ കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ എനിക്ക് ഇതുപോലെ പബ്ലിക്കായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. കുറച്ച് ക്ലാസ്സുകൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള കുറച്ചല്ല, നമുക്ക് മാക്സിമം ക്ലാസ്സുകൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് പ്രൈവറ്റ് ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് അൺലിസ്റ്റഡ് ആയിട്ട് ചെയ്തു കൊടുക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു കണ്ടിന്യൂവേഷൻ ഇവിടെ യൂട്യൂബിൽ പബ്ലിക് ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടാതെ വരും. ഓക്കെ, അപ്പോൾ എനിവേ താല്പര്യമുള്ളവർ വിളിച്ചന്വേഷിക്കുക, നിങ്ങൾ ജോയിൻ ചെയ്യുക. ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഈ ക്ലാസ്സിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിരിക്കും, അതിൽ വിളിച്ച് അന്വേഷിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സോ യൂണിറ്റ് 8ൻ്റെ പാർട്ട് ബിയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് 2020 84th ക്വസ്റ്റ്യൻ ആണ്. വാട്ട് കൈൻഡ് ഓഫ് ഇൻഹെറിറ്റൻസ് ഈസ് ഇൻഡിക്കേറ്റീവ് ഇൻ ദ പെഡിഗ്രി ചാർട്ട് ഷോൺ ബിലോ. ഇവിടെ പെഡിഗ്രി ചാർട്ടിൽ കൊടുത്തിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. പെഡിഗ്രി ചാർട്ടിൽ നിങ്ങൾക്ക് കാണാം ഒരു മെയിൽ ഫീമെയിൽ റിലേഷനിൽ വന്നിട്ടുള്ള അവരുടെ ഓസ്പ്രിങ്സിനെ കാണാം. ഓക്കെ, അപ്പോൾ ഓരോ ജനറേഷനിൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ വിച്ച് കൈൻഡ് ഓഫ് ഇൻഹെറിറ്റൻസ് ഇസ് ഇൻഡിക്കേറ്റീവ്. സോ ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് വൈ ലിങ്ക്ഡ് ഡോമിനൻറ്റ്, വൈ ലിങ്ക്ഡ് റെസസീവ്, ഓട്ടോസോമൽ ഡോമിനൻ്റ് ഒക്കെയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ സോ ഇൻ ദ ഗിവൺ പെഡിഗ്രി ഡിസീസ് conditions present in both male and female. So the inheritance pattern of the disease is actually autosomal dominant. നിങ്ങൾക്ക് ഇവിടെ കാണാം, വ്യക്തമായി കാണാം അല്ലേ. ഇവിടെ ഒരു പാറ്റേൺ നോക്കൂ. ഇവിടെ ഒരു വൈ ലിങ്ക്ഡ് അല്ലെങ്കിൽ എക്സ് ലിങ്ക്ഡ് എന്നുള്ളതല്ല, നേരെ മറിച്ച് ഇവിടെ മെയിലിനും അതുപോലെ ഫീമെയിലിനും ഒക്കെ ഒരുപോലെ തന്നെ ഈ ഒരു പാറ്റേൺ വന്നിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ ഈ ഒരു ഡിസീസ് വന്നിട്ടുണ്ട്. സോ ഇത് ഓട്ടോസോമൽ ഡൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഹെറിറ്റൻസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ആൻസർ ഇസ് ഓട്ടോസോമൽ ഡൊമിനൻ്റ്. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് ആർ ബാൻഡിങ് ഓഫ് മെറ്റാഫേസ് ക്രോമസോംസ് ഈസ് ഫോൾസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എബൌട്ട് ആർ ബാൻഡിങ് ഓഫ് മെറ്റാഫേസ് ക്രോമസോം ഈസ് ഫോൾസ്. ഇവിടെ ഓപ്ഷൻസ് നിങ്ങൾക്ക് വായിക്കാം. ദ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രിഫറൻഷ്യലി ഡീനേച്ചേഴ്സ് ദ GC rich DNA to produce R banding pattern. This is essentially the reverse of G banding pattern. R bands are quinacrine negative. DNA of R bands generally replicate early during the S phase of the cell cycle. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഇതിൽ ഏതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ദിസ് ഇസ് എസെൻഷ്യലി ദ റിവേഴ്സ് ഓഫ് ദ ജി ബാൻഡിങ് പാറ്റേൺ. അത് ശരിയാണ്. ആർ ബാൻഡ്സ് ആർ ക്യുനക്രൈൻ നെഗറ്റീവ് ആണെന്ന് പറയുന്നതും അതും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. DNA of R bands generally replicate early during the S phase of cell cycle എന്ന് പറയുന്നതും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, നമുക്കറിയാം ഡാർക്ക് ബാൻഡ്സ് ആയിട്ട് GC DNA ബാൻഡിങ് പഠിക്കുമ്പോൾ അപ്പോൾ നമുക്ക് DNA ബാൻഡിങ് എങ്ങനെയാണെന്നുള്ളത് പഠിക്കണം. അതാണ് ഇവിടുത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്കറിയാം ഡാർക്ക് ബാൻഡ്സ് എന്ന് പറയുന്നത് GC റിച്ച് ആയിരിക്കും, ലൈറ്റ് ബാൻഡ്സ് എന്ന് പറയുന്നത് AT റിച്ച് ആയിരിക്കും എന്നൊക്കെ നമുക്കറിയാം അല്ലേ. എസ് ഫേസ് ഓഫ് ദ സെൽ സൈക്കിളിൽ DNA ഓഫ് ആർ ബാൻഡ്സ് ജനറലി റെപ്ലിക്കേറ്റ് ഏർലി എന്ന് പറയുന്നത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ ഗെയിംസ് ആ സ്റ്റെയിന് കൊണ്ട് നമ്മൾ സ്റ്റെയിനിങ് കഴിഞ്ഞ ശേഷമാണ് തെർമൽ ഡീനാച്ചുറേഷൻ ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകളിൽ ഇനി DNA ബാൻഡിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാം. സോ ഫസ്റ്റ് വൺ, ഇവിടെ ആൻസർ എന്ന് പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രിഫറൻഷ്യലി ഡീനേച്ചേഴ്സ് GC റിച്ച് DNA ടു പ്രൊഡ്യൂസ് ആർ ബാൻഡിങ് പാറ്റേൺ എന്ന് പറയുന്നത് അത് തെറ്റാണ്, തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈറ്റോപ്ലാസ്മിക് മെയിൽ സ്റ്റെറിലിറ്റി. ഇത് ഒരു ബോട്ടണി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ബോട്ടണിക്കാർക്ക് വേണ്ടി തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. സൈറ്റോപ്ലാസ്മിക് മെയിൽ സ്റ്റെറിലിറ്റി in plants is caused by mutation in the mitochondrial genome. Okay, mutation in the mitochondrial genome. Cytoplasmic male sterility അല്ലെങ്കിൽ CMS can be restored by a nuclear gene, restorer of fertility RF gene, which is a dominant character. If a male sterile pea plant is pollinated by a fertile male pea plant, if a male sterile pea plant is pollinated by a fertile male pea plant with RF, ഈ RF ജീനുള്ള ഒരു fertile male pea plant pollinate ചെയ്യുകയാണെങ്കിൽ heterozygous conditionൽ the progeny obtained will have, കിട്ടുന്ന progeny all male sterile progeny ആയിരിക്കുമോ, all sterile progeny fertile progeny ആയിരിക്കുമോ, അല്ലെങ്കിൽ 50% of the progeny fertile ആയിരിക്കുമോ, 50% male sterile ആയിരിക്കുമോ, 75% of the progeny fertile ആകുമോ, 25% male sterile ആകുമോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളിവിടെ സൈറ്റോപ്ലാസ്മിക് മെയിൽ സ്റ്റെറിലിറ്റി ഇൻ പ്ലാന്റ്സ് എന്താണെന്നുള്ളത് പഠിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സൈറ്റോപ്ലാസ്മിക് മെയിൽ സ്റ്റെറിലിറ്റി എന്ന് പറയുന്നത് ഒരു കണ്ടീഷനാണ്. സോ അണ്ടർ വിച്ച് പ്ലാന്റ് ഈസ് അണേബിൾ ടു പ്രൊഡ്യൂസ് ഫങ്ഷണൽ പോളൻ. ഓക്കെ, എ പ്ലാന്റ് ഈസ് അണേബിൾ ടു പ്രൊഡ്യൂസ് ഫങ്ഷണൽ പോളൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് ആക്ച്വലി സൈറ്റോപ്ലാസ്മിക് മെയിൽ സ്റ്റെറിലിറ്റി എന്ന് പറഞ്ഞാൽ. ഈ CMS എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെറ്റേണലി ഇൻഹെറിറ്റഡ് ട്രെയ്റ്റ് ആണ്. ഇതൊരു മെറ്റേണലി ഇൻഹെറിറ്റഡ് ട്രെയ്റ്റ് ആണ്. ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മൈറ്റോകോൺട്രിയൽ ജീൻസ്. നമുക്കറിയാമല്ലോ മൈറ്റോകോൺട്രിയൽ ജീൻസ് ഉണ്ടെന്നുള്ള കാര്യം. സോ മൈറ്റോകോൺട്രിയൽ ജീൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെട്ട മെറ്റേണലി ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ സൈറ്റോപ്ലാസ്മിക് മെയിൽ സ്റ്റെറിലിറ്റി എന്ന് പറഞ്ഞാൽ. ഇറ്റ് അറൈസ് സ്പോണ്ടേനിയസ്ലി ഡ്യൂ ടു ജീൻ മ്യൂട്ടേഷൻ. ഇതിങ്ങനെ വരാനുള്ള കാരണം പെട്ടെന്ന് ജീൻ മ്യൂട്ടേഷൻ ഉണ്ടാവുന്നതാണ്. ഓക്കെ, സോ മെയിൽ സ്റ്റെറിലിറ്റി മേ റിസൾട്ട് ഫ്രം മ്യൂട്ടേഷൻസ് ഓഫ് ന്യൂക്ലിയർ ജീൻസ് ഓർ ഓഫ് എക്സ്ട്രാ ന്യൂക്ലിയർ ജീൻസ് പ്രൊഡ്യൂസിങ് ജെനിക് മെയിൽ സ്റ്റെറിലിറ്റി ഓർ സൈറ്റോപ്ലാസ്മിക് മെയിൽ സ്റ്റെറിലിറ്റി റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ന്യൂക്ലിയർ ജീൻസിലുള്ള മ്യൂട്ടേഷൻ കൊണ്ടിപ്പോൾ വരികയാണെങ്കിൽ നമുക്ക് അതിനെ ജീനിക് മെയിൽ സ്റ്റെറിലിറ്റി എന്ന് പറയാം. അത് എക്സ്ട്രാ ന്യൂക്ലിയർ ജീൻസ് ആയിട്ടുള്ള മൈറ്റോകോൺട്രിയൽ ജീൻസ് പോലെ ഉണ്ടാണെങ്കിൽ നമുക്കതിനെ ഈ മെയിൽ സ്റ്റെറിലിറ്റി എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, സോ ചില കേസുകളിൽ ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദാറ്റ് മെയിൽ ഫെർട്ടിലിറ്റി ക്യാൻ ബി റിസ്റ്റോർഡ് ബൈ ന്യൂക്ലിയർ എൻകോഡഡ് ഫെർട്ടിലിറ്റി റിസ്റ്റോറർ RF ജീൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പറയുന്നു ഈ RF ജീൻ എന്ന് പറയുന്ന ഒരു ജീൻ കൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു മെയിൽ ഫെർട്ടിലിറ്റിയെ വേണമെങ്കിൽ റിസ്റ്റോർ ചെയ്യാമെന്ന് പറയുന്നു. ഓക്കെ, ആൻഡ് ദ ഡൊമിനൻറ്റ് RF അലീൽ, അപ്പം നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ RF എന്ന് പറയുന്ന ഈ ജീൻ അതിൻ്റെ ഡൊമിനൻറ്റ് RF അലീൽ, ജീനാകുമ്പോൾ 2 അലീൽ ഉണ്ടാവും അല്ലേ. അതിൻ്റെ ദ ഡൊമിനൻറ്റ് RF അലീൽ ഓവർ റൈഡ്സ് ദ CMS മ്യൂട്ടേഷൻ ആൻഡ് വേറാസ് ദ റെസസീവ് RF ആണെങ്കിൽ അതിനെ ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ഈ CMS മ്യൂട്ടേഷൻ അഥവാ ഈ പ്ലാന്റിലുണ്ട് എങ്കിൽ RF ജീനിൻ്റെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് RF ജീനിൻ്റെ ഡൊമിനൻ്റ് അലീലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫെർട്ടിലിറ്റിയെ റീസ്റ്റോർ ചെയ്യാം. പക്ഷെ അതിൻ്റെ
അതിൻ്റെ റെസസീവ് ആയിട്ടുള്ള അലീലാണ് വരുന്നതെങ്കിൽ അതിന് പറ്റില്ല എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ക്ലാസ് നിങ്ങൾക്ക് തരാം. ഏതായാലും ഇപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പ്രോജനിയെക്കുറിച്ച് ചോദിച്ചിട്ടുള്ളത്. പ്രോജനി ഒബ്റ്റൈൻഡ് വിൽ ഹാവ് എങ്ങനെയായിരിക്കും? ഓൾ മെയിൽ സ്റ്റെറൈൽ പ്രോജനി ആയിരിക്കുമോ, അല്ലെങ്കിൽ ഓൾ ഫെർട്ടൈൽ ആയിട്ടുള്ള പ്രോജനി ആയിരിക്കുമോ, അല്ല 50% ഓഫ് ദ പ്രോജനി ഫെർട്ടൈലും 50% മെയിൽ സ്റ്റെറൈലും ആയിരിക്കുമോ എന്നൊക്കെ ഉള്ളതാണ് നമ്മളുടെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. അതിലെ ആൻസർ എന്ന് പറയുന്നത് 50% ഓഫ് ദ പ്രോജനി ഫെർട്ടൈൽ ആയിരിക്കും, 50% ഓഫ് ദ പ്രോജനി മെയിൽ സ്റ്റെറൈലും ആയിരിക്കും. ഓക്കെ, കാരണം ഇവിടെ നമ്മുടെ ക്രോസിൻ്റെ പ്രത്യേകത കൂടെയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക, അതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മെയിൽ സ്റ്റെറൈൽ പീ പ്ലാന്റ് ഈസ് പോളിനേറ്റഡ് ബൈ ഫെർട്ടൈൽ മെയിൽ പീ പ്ലാന്റ് വിത്ത് RF ഇൻ ഹെറ്ററോസൈഗസ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും 50% ഓഫ് ദ പ്രോജനി ഫെർട്ടൈലും 50% മെയിൽ സ്റ്റെറൈലും ആണെന്നുള്ളത് മനസ്സിലാവും. നമുക്ക് കിട്ടുന്ന പ്രോജനി അങ്ങനെയായിരിക്കും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പിന്നീട് കാണുക. ദെൻ 87, ക്വസ്റ്റ്യൻ നമ്പർ 87 മ്യൂട്ടേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ജെനറ്റിക് വേരിയേഷൻ ദാറ്റ് വി നോ. Which one of the following events can lead to variation amongst the gametes produced by males of Drosophila melanogaster? ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ക്രോസിംഗ് ഓവർ ഡസ് നോട്ട് ഒക്യുർ ഇൻ ഡ്രോസോഫില മെലാനോഗാസ്റ്റർ മെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ചോദ്യം ഇതാണ്, മ്യൂട്ടേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ജെനറ്റിക് വേരിയേഷൻ. അത് നമുക്കറിയാം, വേരിയേഷൻ ഉണ്ടാവണമെങ്കിൽ മ്യൂട്ടേഷൻ വേണം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇവൻറ്റ് ക്യാൻ ലീഡ് ടു വേരിയേഷൻ എമംഗസ്റ്റ് ദ ഗാമീറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ മെയിൽസ് ഓഫ് ഡ്രോസോഫില മെലാനോഗാസ്റ്റർ. ഓക്കെ, അപ്പോൾ ഡ്രോസോഫില മെലാനോഗാസ്റ്ററിൻ്റെ മെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമീറ്റ്സിൽ നിന്നും ഒരു വേരിയേഷനിലേക്ക് ലീഡ് ചെയ്യേണ്ടി വരുമ്പോൾ ഏത് ഇവൻ്റാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ക്രോസിംഗ് ഓവർ ഇവിടെ മെയിൽസിൽ നടക്കുന്നില്ല എന്നും പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ക്രോസിംഗ് ഓവർ നടന്നിട്ടില്ല എങ്കിൽ റീകോമ്പിനേഷനുള്ള സാധ്യതയില്ല, ഇംപ്രിൻറ്റിങ്ങിനുള്ള സാധ്യതയില്ല, അല്ലേ? പിന്നെ നമുക്ക് ചാൻസ് ഉള്ളത് എന്തിനു, പിന്നെ സെഗ്രിഗേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതല്ല, അല്ലേ? പിന്നെ നമുക്കുള്ള ചാൻസ് ഏതാണ്? യെസ്, ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്, അല്ലേ? ആൻസർ കറക്റ്റ്, ഓപ്ഷൻ കറക്റ്റ് ആൻസർ ഇസ് 87 ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻ്റ് ആണ്. ഇൻഡിപെൻഡൻ്റ്ലി ജീനുകൾ അസോർട്ട് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് അവിടെ ഈ ഒരു വേരിയേഷന് കാരണമാവാൻ വേരിയേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one of the following is a correct statement about the difference between an F+ cell and HFR cell? ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ ബാക്ടീരിയലിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് അത് കാണുക, ബാക്ടീരിയയുടെ ക്ലാസ്. അതിൽ നമ്മൾ F+ സെല്ലും HFR സെല്ലും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്, F+ സെല്ലിലെ F ഫാക്ടർ ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദി ബാക്ടീരിയൽ ക്രോമസോം, while in HFR സെല്ലിലെ F ഫാക്ടർ ഈസ് പ്രസൻറ്റ് ആസ് ആൻ എപ്പിസോം. ആൻഡ് F+ ആൻഡ് HFR സിനോണിമസ് എന്ന് പറയുന്നുണ്ട്. F+ സെൽ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയോഫേജ് ക്യാരീസ് F ഫാക്ടറാണ്, വൈൽ HFR എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദ ബാക്ടീരിയൽ ക്രോമസോം ആണെന്ന് പറയുന്നുണ്ട്. അടുത്ത ഓപ്ഷൻ ഡി, F+ സെല്ലിൽ F ഫാക്ടർ ഈസ് ഇൻ ദ ഫോം ഓഫ് എപ്പിസോം, വൈൽ HFR സെല്ലിൽ F ഫാക്ടർ ഈസ് ഇൻ്റഗ്രേറ്റഡ് വിത്ത് ബാക്ടീരിയൽ ക്രോമസോം എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏതാണ് ശരി? സാധാരണയായിട്ട് നമുക്കറിയാവുന്നൊരു കാര്യമാണ്, അല്ലേ? F+ സെല്ലിൽ F ഫാക്ടർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഇറ്റ് ഈസ് ദ ഫോം ഓഫ് ആൻ എപ്പിസോം, അതായത് നമ്മുടെ പ്ലാസ്മിഡുമായിട്ട് എപ്പിസോമുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ് F ഫാക്ടർ എന്ന് പറയുന്നത്. അതേസമയം HFR എന്ന് പറയുമ്പോൾ F ഫാക്ടർ തീർച്ചയായിട്ടും ആ ബാക്ടീരിയയുടെ ഇൻബിൽട്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ ബാക്ടീരിയയുടെ തന്നെ ഒരു ക്രോമസോം ഉണ്ട്, അല്ലേ? ബാക്ടീരിയയുടെ ന്യൂക്ലിയോയിലുള്ള ഒരു ക്രോമസോം ഉണ്ട്. ആ ബാക്ടീരിയൽ ക്രോമസോമുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള F ഫാക്ടറിനെയാണ് നമ്മൾ HFR ഫാക്ടർ എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. തെറ്റാണ്, സി, ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, F ഫാക്ടർ എപ്പിസോമുമായിട്ട് ചേർന്നിരിക്കുന്നു. HFR സെൽ എന്ന് പറയുമ്പോൾ അതിൽ F ഫാക്ടർ ബാക്ടീരിയൽ ക്രോമസോമുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വരുന്നത് പാർട്ട് സിയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ നോക്കുക, പാർട്ട് സിയിൽ തന്നെ നമുക്ക് ടോട്ടലി ഒരു 7 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 7 × 4 28 മാർക്സ് തന്നെ നമുക്ക് ഈ ഒരു പാർട്ട് സിയിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ അതുപോലെ പാർട്ട് ബിയുടെ 2 മാർക്സും കൂടെ വരുമ്പോൾ 2 മാർക്സിൻ്റെ 5 ക്വസ്റ്റ്യൻസ് കൂടെ വരുമ്പോഴത്തേക്കും 10 മാർക്ക്, ടോട്ടൽ ഒരു 38 മാർക്സോളം നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്.
ഓക്കെ, ഇത് അപ്പോൾ ആ യൂണിറ്റ് നല്ല ക്ലിയർ ആയിരിക്കണം. സോ 89th ക്വസ്റ്റ്യൻ, ജീൻ എ ഇൻ മൗസ് ഈസ് നീഡഡ് ഫോർ നോർമൽ ഗ്രോത്ത്, നോർമൽ സൈസ്. മൗസ് ട്രെയിൻസ് വിത്ത് ഡിലീഷൻ ഇൻ ജീൻ എ, അതായത് എ ഡിലീഷൻ ഹാവ് ബീൻ ഡെവലപ്ഡ് വെൻ ദ ഫോളോയിങ് ക്രോസ് ഈസ് മെയ്ഡ്. ഓക്കെ, സോ ഇവിടെ ആ ക്രോസ് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് കാണിച്ചിട്ടുണ്ട്. ഓൾ പ്രോജനി ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ആർ ഓഫ് നോർമൽ സൈസ്. വെൻ F1 പ്രോജനി വിത്ത് ദ ഫോളോയിങ് ജീനോടൈപ്സ് ക്രോസ്ഡ്, നമ്മൾ F1 പ്രോജനി ഒന്ന് വീണ്ടും സെൽഫ് ക്രോസ് ചെയ്യുന്ന സമയത്ത് 50% ഓഫ് ദ പ്രോജനി ഒബ്റ്റൈൻഡ് ആർ സ്മോൾ ഇൻ സൈസ് ആൻഡ് ദ എബോവ് ഒബ്സർവേഷൻ ക്യാൻ ബി എക്സ്പ്ലൈൻഡ് ബൈ വിച്ച് ഫിനോമിനൻ. ഇതിൽ മെറ്റേണൽ ഇംപ്രിൻറ്റിംഗ് ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ സോ മെറ്റേണൽ ഇംപ്രിൻറ്റിംഗ് എന്താണ്, പാറ്റേണൽ ഇംപ്രിൻറ്റിംഗ് എന്താണ്, മെറ്റേണൽ എഫക്റ്റ് എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. മെറ്റേണൽ ഇംപ്രിൻറ്റിംഗ് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. 50%, ഇപ്പം നമുക്ക് ഓൾറെഡി പറഞ്ഞു നോർമൽ ഗ്രോത്ത് ഉള്ള സൈസാണ് ജീൻ എ കാണിക്കുന്നത്. എ ഡിലീറ്റഡ് അല്ലെങ്കിൽ എ ഡാഷ് എന്ന് പറയുന്ന സ്ട്രെയിൻ കാണിക്കുന്നത് അതിൽ സ്മോൾ സൈസ് ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ക്രോസ് ചെയ്യുന്ന സമയത്ത് പ്രോജനിയിലെ മെയിൽസും ഫീമെയിൽസും ഒക്കെ നോർമൽ സൈസായിട്ട് തന്നെ വരുന്നുണ്ട്. ഓക്കെ, നോർമൽ സൈസായിട്ട് വരുന്നുണ്ട്. പക്ഷേ വെൻ F1 പ്രോജനി വിത്ത് ഫോളോയിങ് ജീനോടൈപ്സ്, നമ്മുടെ ഈ തന്നിരിക്കുന്ന നമുക്ക് കിട്ടിയ പുതിയ ഒരു F1 പ്രോജനി നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 50% ഓഫ് ദ പ്രോജനി സ്മോൾ സൈസായിട്ട്, നോർമൽ സൈസ് അല്ലാതെ സ്മോൾ സൈസായിട്ട് വരുന്നു എന്ന് പറയുന്നത് ഇവിടെ മെറ്റേണൽ ഇംപ്രിൻറ്റിങ്ങിന് ഉദാഹരണമാണ്, അല്ലെങ്കിൽ മെറ്റേണൽ ഇംപ്രിൻറ്റിംഗ് ആണ് ഇവിടെ കാണിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഡീറ്റെയിൽഡ് ആയിട്ട് മെറ്റേണൽ ഇംപ്രിൻറ്റിങ്ങിനെ കുറിച്ച് പഠിക്കണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വെർ മെയ്ഡ് അബൌട്ട് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഡ്രോസോഫില മെലാനോഗാസ്റ്റർ. അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, ഇറ്റ് ഈസ് അച്ചീവ്ഡ് ബൈ ബാലൻസ് ഓഫ് ഫീമെയിൽ ഡിറ്റർമിനൻസ് ഓൺ ദ എക്സ് ക്രോമസോം ആൻഡ് മെയിൽ ഡിറ്റർമിനൻസ് ഓൺ ദ ഓട്ടോസോംസ്. A Drosophila with a 0.66 value of X:A ratio would develop intersex type. Then due to non-involvement of Y chromosome in sex determination, X0 Drosophila develop as normal fertile male. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ സെക്സ് ഡിറ്റർമിനേഷൻ, നമ്മുടെ ഡ്രോസോഫില മെലാനോഗാസ്റ്ററിൻ്റെ സെക്സ് ഡിറ്റർമിനേഷനെ കുറിച്ചാണ് നമുക്കിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അത് പഠിച്ചേ മതിയാവും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാമല്ലോ ഡ്രോസോഫിലയുടെ കേസിൽ വൈ ക്രോമസോം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ ഡിറ്റർമൈനിങ് സെക്സ് അല്ലേ. വൈ ക്രോമസോം എന്ന് പറയുന്നത് അത് സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ പങ്കെടുക്കുന്നില്ല. റാദർ ഇൻ ഡ്രോസോഫില ജീൻസ് പ്രസൻറ്റ് ഓൺ ദ വൈ ക്രോമസോം ഇൻവോൾവ് ഇൻ സ്പേം ഫോർമേഷൻ ഇൻ അഡൾട്ട്സ് അല്ലേ. വൈ ക്രോമസോമിൽ വരുന്ന ജീനുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ വരുന്ന ജീൻസ് സ്പേം ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടാണുള്ളത് അല്ലേ. അപ്പോൾ ശരിക്കും ഈ ഒരു ഡ്രോസോഫിലയുടെ സെക്സ് ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ഒരു ബാലൻസ് എന്ന് പറയുന്നത് ഓട്ടോസോമൽ അലീൽസും അതുപോലെ ആയിട്ടുള്ള ഒരു ബാലൻസ് X:A എന്ന് പറയുന്ന ആ ഒരു എക്സ് ക്രോമസോമിലെയും ഓട്ടോസോമൽ അലീൽസും ഒക്കെ തമ്മിലുള്ള ഒരു ബാലൻസിലാണ് ഇതിൻ്റെ ഒരു സെക്സ് ഡിറ്റർമിനേഷൻ വരുന്നത് നമുക്കറിയാം അല്ലേ. സോ ഇൻ ഡ്രോസോഫില ഇറ്റ് ഇസ് ഡിറ്റർമൈൻ, സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബൈ ദ ബാലൻസ് അല്ലെങ്കിൽ റേഷ്യോ ഓഫ് ഓട്ടോസോമൽ അലീൽസ് ദാറ്റ് ഫേവർ മെയിൽനെസ്. ഓട്ടോസോമൽ അലീൽസ് എന്ന് പറയുമ്പോൾ അത് മെയിൽനെസ്സിന് ഫേവർ ചെയ്യുന്നതാണ്. അതുപോലെ അലീൽസ് ഓൺ ദ എക്സ് ക്രോമസോം ദാറ്റ് ഫേവർ ഫീമെയിൽനെസ് അല്ലേ. എക്സ് ക്രോമസോം എന്ന് പറയുമ്പോൾ അത് ഫീമെയിൽനെസ്സിനെയും എ ക്രോമസോം എന്ന് പറയുമ്പോൾ അത് മെയിൽനെസ്സിനെയും ഫേവർ ചെയ്യുന്നതാണെന്ന് നമുക്ക് അറിയാം. പിന്നെ അതുപോലെ റേഷ്യോ ഓഫ് ദ എക്സ് ക്രോമസോം ടു ഓട്ടോസോമൽ സെറ്റ്സ് ഡിറ്റർമൈൻ ദ സെക്സ് ഓഫ് ഡ്രോസോഫില. ഇപ്പോൾ ഒരു നോർമൽ ഡിപ്ലോയിഡ് മെയില് 2 സെറ്റ് ഓഫ് ഓട്ടോസോം ആൻഡ് XY ക്രോമസോമാണുള്ളത് എന്ന് വിചാരിക്കുക. സിമിലർലി ഒരു നോർമൽ ഡിപ്ലോയിഡ് ഫീമെയിലിന് 2 സെറ്റ് ഓഫ് ഓട്ടോസോമും അതുപോലെ 2 X ക്രോമസോമാണ് ഉള്ളതെന്ന്. ഇപ്പോൾ ഇതൊക്കെ നമുക്കറിയാവുന്ന അതിൻ്റെ സെക്സ് ഡിറ്റർമിനേഷൻ പാറ്റേണിലുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു റേഷ്യോ വരുമ്പോൾ അത് ഇൻ്റർസെക്സ് ആയി പോകാനുള്ള ചാൻസ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ അതിനകത്ത് ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വരുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് 1, 2, 4 എന്നിവയാണ്. ഓക്കെ, ഇറ്റ് ഈസ് അച്ചീവ്ഡ് ബൈ ദ ബാലൻസ് ഓഫ് ഫീമെയിൽ ഡിറ്റർമിനൻസ് ഓൺ ദ എക്സ് ക്രോമസോം ആൻഡ് മെയിൽ ഡിറ്റർമിനൻസ് ഓൺ ദ ഓട്ടോസോം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ദെൻ സെക്കൻഡ് വൺ, ഡ്രോസോഫില വിത്ത് 0.66 വാല്യൂ ഓഫ് ഓട്ടോസോം ആൻഡ് എക്സ് ക്രോമസോം റേഷ്യോ വുഡ് ഡെവലപ്പ് ഇൻ്റർസെക്സ് ടൈപ്പ്. അതും ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്.
Third one, due to non-involvement of Y chromosome in sex determination, X Drosophila develop as a normal fertile male. നമ്മൾ പറഞ്ഞു വൈ ക്രോമസോമുമായിട്ട് ഇറ്റ് മെൻ നത്തിങ് ഹിയർ അല്ലേ. വൈ ക്രോമസോമിന് ഒന്നും ഇവിടെ പറയാനില്ല, അത് സ്പേം ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമാണ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് തേർഡ് വൺ തെറ്റാണ്. ഫോർത്ത് വൺ ശരിയാണ്. പിന്നെ the high value of X is to A ratio facilitate activation of feminizing switch gene, sex lethal, അതാവാനുള്ള ചാൻസ് ഉണ്ട്, അത് ശരിയാണ്. പിന്നെ സെക്സ് സ്പെസിഫിക് എക്സ്പ്രഷൻ ഓഫ് XXL, sex lethal genes causes selective activation of dosage compensation genes in female Drosophila, അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് പറയുന്നത് 1, 2 and 4 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് കാണുക, അപ്പോൾ നിങ്ങൾക്കത് ഒന്നുകൂടെ മനസ്സിലാവും. 1, 2, 4 ആണ് ഇവിടെ വരുന്ന കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതും ഉറപ്പായിട്ടും എപ്പോഴും ഇവർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഇതെല്ലാം. ഇൻ ഡ്രോസോഫില മെലനോഗാസ്റ്റർ ട്രേറ്റ്സ് ABC result from recessive alleles that are located on one of the autosomes. The resulting F1 females were test crossed and the following progeny total of 1000 were obtained. അപ്പോൾ ഇവിടെ നമുക്കൊന്നും ചെയ്യേണ്ടതില്ല. ആക്ച്വലി നമുക്കിവിടെ ക്രോസ് ചെയ്യാനോ ഒന്നുമില്ല. നമുക്കിവിടെ തന്നിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് ഇൻ്റർപ്രറ്റ് ചെയ്ത് തന്നിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നൊരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ തന്നിട്ടുള്ള പ്രോജനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഇവർക്ക് വരാൻ സാധ്യതയുള്ള റിസൾട്ടിങ് F1 ആ പ്രോജനിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പാരൻ്റൽ കോമ്പിനേഷനും പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള പുതിയ കോമ്പിനേഷനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കുക, ഈ ഒരു നമ്പർ നിങ്ങൾ നോട്ട് ചെയ്യുക. ഇവിടെ ഫോളോയിങ് കൺക്ലൂഷൻ തന്നിട്ടുള്ളത് ഓർഡർ ഓഫ് ജീൻ ഈസ് ABC ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ A and B 8.5 സെൻറ്റിമോർഗൻ എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കേണ്ട ടോപ്പിക് എന്താണെന്നറിയാമോ? ഓർഡർ ഓഫ് ജീൻ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്, ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട രീതി എങ്ങനെയാണെന്നൊക്കെ ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് പിന്നെ നമുക്ക് ഈ ഒരു പെർസെൻറ്റേജ് നമ്മുടെ A and C അല്ലെങ്കിൽ ഒരു 2 ജീനുകൾ തമ്മിൽ അല്ലെങ്കിൽ 2 അലീലുകൾ തമ്മിലുള്ള ഒരു പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് കോമ്പിനേഷൻ 2 അലീലുകൾ തമ്മിൽ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് റീകോമ്പിനൻസ് ഇൻറ്റു 100 ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രോജനി ചെയ്താൽ മതിയാവും. ഓക്കെ, അതായത് നമ്പർ ഓഫ് റീകോമ്പിനൻസ് എത്രയാണെന്ന് നോക്കുക, അത് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രോജനി. ടോട്ടൽ നമ്പർ ഓഫ് പ്രോജനി ഇവിടെ തന്നിട്ടുണ്ട് 1000 ആണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് റീകോമ്പിനൻസ് എത്രയാണെന്ന് നോക്കുക, അത് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രോജനി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കോമ്പിനേഷൻ്റെ ഇത് കിട്ടും. ഓക്കെ, പിന്നെ അപ്പോൾ നമ്മൾ ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇവിടെ നമ്മളുടെ ആൻസർ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിയർ വിച്ച് വൺ ഓഫ് ദ ഓപ്ഷൻ represent the statement that are correct എന്ന് ചോദിച്ചിട്ടുള്ളത്. PQRS എന്ന് പറഞ്ഞിട്ട് 4 സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളിൽ നമ്മൾ നോക്കുമ്പോൾ A and Cൻ്റെ പറയുകയാണെങ്കിൽ A and Cൻ്റെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് 25, 35, 10 and 15. 25, അതുപോലെ 35, then 10, 15. സോ നമ്മൾ ആ അതിനെ എല്ലാത്തിനെയും തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുക. 25 + 35 + 10 + 15 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 1000 ചെയ്യാം. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8.5% ആണ്. 8.5% എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് 8.5 സെൻറ്റിമോർഗൻ CM ആണ് വരുന്നത്. പിന്നെ അതുപോലെ കോമ്പിനേഷൻ ബിറ്റ്വീൻ B and C എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലേ, കാരണം ഇവിടെ നമ്മളോട് ചോദിച്ചത് റിസൾട്ടിങ് F1 ഫീമെയിൽസ് വെയർ ടെസ്റ്റ് ക്രോസ്ഡ് ആൻഡ് ദ ഫോളോയിങ് പ്രോജനി വെയർ ഒബ്റ്റൈൻഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത B and Cയുടെ കോമ്പിനേഷൻ ഓർഡർ ഓഫ് ജീൻസ് കണ്ടുപിടിക്കാനായിട്ട് അടുത്ത B and Cയുടെ കോമ്പിനേഷനും കൂടെ നമുക്ക് നോക്കേണ്ടി വരും. അപ്പോൾ B and Cയുടെ കോമ്പിനേഷനും കൂടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100, 10, 100 ശ്രദ്ധിക്കുക 100, then 10, 85, 15, 85 and
15. ഓക്കെ, അപ്പോൾ നമ്മൾ 100 പ്ലസ് 10 പ്ലസ് 85 പ്ലസ് 15 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 1000. That is equal to 21%. That is equal to 21 cm എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ആൻസറിൽ ഏതാണ് ശരി എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും Q ആൻഡ് R ആണ് അല്ലേ. Q ആൻഡ് R ആണ് ശരി. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി. ഓർഡർ ഓഫ് ദ ജീൻ എന്ന് പറയുന്നത് ACB ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് C 88.5 cm. ഓർഡർ ഓഫ് ദ ജീൻ BCA വരാനുള്ളത് ഓർഡർ ഓഫ് ദ ജീൻ BCA ഡിസ്റ്റൻസ് ബിറ്റ്വീൻ B ആൻഡ് C ഈസ് 21 cm അല്ലേ. അതാണ് ഇവിടെ ശരിയായിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഈ ഓർഡർ വന്നതെന്ന് ഓർഡർ ഓഫ് ജീൻസ് കണ്ടുപിടിക്കേണ്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് കാണുക. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ വ്യക്തമാവും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ ടേബിൾ ഗിവൺ ബിലോ ഷോസ് ദ ലോഡ് സ്കോർ വാല്യൂ. അപ്പോൾ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. ലോഡ് സ്കോർ വാല്യൂസ് ഓഫ് 3 ഡിഫറെൻറ്റ് പെയർസ് ഓഫ് ജീൻസ് സ്റ്റഡീഡ് ഫോർ അസസിങ് ഇഫ് ദേ ആർ ലിങ്ക്ഡ് പെയർസ്. അപ്പോൾ ഇവിടെ ലിങ്കേജുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ ലോഡ് സ്കോർ ജീൻ പെയർ 1ന് 1 തന്നിട്ടുണ്ട്, ജീൻ പെയർ 2 2 തന്നിട്ടുണ്ട്, ജീൻ പെയർ 3 തന്നിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ ലോഡ് സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലോഡ് സ്കോർ എന്ന് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ലോഡ് സ്കോർ എന്ന് പറയുന്നത് അതായത് ലോഗരിതം ഓഫ് ഓഡ്സ് എന്നാണ്. ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ലോഗരിതം ഓഫ് ഓഡ്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ലോഡ് സ്കോർ എന്ന് പറയുന്നത് അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് ഫോർ ദ അസസ്മെൻറ്റ് ഓഫ് ലിങ്കേജിൻ്റെ അസസ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ലിങ്കേജ് പഠിക്കുന്നത് അപ്പോഴാണ് നമുക്കിത് അറിയാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ ലോഡ് സ്കോർ ഓഫ് 3 ഓർ ഹയർ ദാൻ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി നമ്മളത് മെയിൻ ചെയ്യുന്നത് 2 ജീൻസ് ആർ ലൊക്കേറ്റഡ് ക്ലോസ് ടു ഈച്ച് അതർ എന്നാണ്. എന്ന് വെച്ചാൽ രണ്ട് ജീനുകൾ വളരെ ക്ലോസ്ലി അല്ലെങ്കിൽ ലിങ്കേജ് കൂടുതലാണ്. ഇപ്പോൾ 3 സ്കോർ വന്നാൽ അതിനർത്ഥം എ സ്കോർ ഓഫ് 3 മീൻസ് ദാറ്റ് ഓഡ്സ് ആർ 1000 to 1 ഇൻ ഫേവർ ഓഫ് ലിങ്കേജ് ബിറ്റ്വീൻ 2 ജീൻസ് ഓർ മാർക്കേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സിംപ്ലി മനസ്സിലാക്കുക 3 എന്നൊക്കെ പറയുന്ന സ്കോർ എന്ന് പറയുന്നത് 2 ജീനുകൾ വളരെ ക്ലോസ്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ജീൻ പെയർ 1 പ്രോബബിലിറ്റി ഓഫ് ദ ജീൻ ബീങ് ലിങ്ക്ഡ് ഈസ് 10 times more likely than them assorting independently. പിന്നെ Q സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഫോർ ജീൻ പെയർ 2 ലോഡ് സ്കോർ 2 indicates the probability of the gene being linked is twice more likely to assorting independently. Gene pair of 1 and 2 can both be considered as linked, while the gene pair of 3 exhibit independent assortment. Genes of pair 3 can be considered as linked എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതാണ് ഇതിനകത്ത് ശരിയായ ഉത്തരം? ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ ഏത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ശരിയായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നതിൽ P ആൻഡ് S സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞ ലോഡ് സ്കോർ വെച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണെന്ന് പറഞ്ഞു. ലിങ്കേജ് അസസ് ചെയ്യാനുള്ള 3 ഒക്കെ വരികയാണെങ്കിൽ വളരെ ക്ലോസ്ലി അറ്റാച്ച്ഡ് ആണ് ജീൻസ് എന്ന് പറഞ്ഞു. Pയും S ശരിയാണ്. കാരണം ദ ജീൻസ് ഓഫ് പെയർ 3 ക്യാൻ ബി കൺസിഡർഡ് ആസ് ലിങ്ക്ഡ് ശരിയാണ്. P നോക്കുകയാണെങ്കിൽ ജീൻ പെയർ 1 ദ പ്രോബബിലിറ്റി ഓഫ് ദ ജീൻസ് ബീങ് ലിങ്ക്ഡ് ഈസ് 10 times more likely than them assorting ഇൻഡിപെൻഡൻ്റ്ലി അല്ലേ. കാരണം അത് ജീൻ പെയർ 1 ആണ്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ്ലി അസോർട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ജീൻസ് ലിങ്ക് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അതുപോലെ ഫോർ ജീൻ പെയർ 2 ആൻഡ് 2 the load score 2 indicates the probability of the genes being linked is twice more likely than assorting independently എന്ന് പറയുമ്പോൾ അത് ശരിയാവില്ല അല്ലേ. കാരണം ജീൻ പെയർ 2-നകത്ത് ലോഡ് സ്കോർ 2 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ലിങ്ക് ആവാനുള്ള ചാൻസ് ഇൻഡിപെൻഡൻ്റ് അസോർട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ട്വൈസ് ആണെന്ന് പറയുന്നത് അത് ശരിയല്ല. അപ്പോൾ നമുക്ക് P ആൻഡ് S ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. കാരണം 3യുടെ ഇത് വരുമ്പോൾ ആണ് കുറച്ചുകൂടെ കൺസിഡേർഡ് ആസ് ലിങ്ക്ഡ് ആണെന്ന് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് എങ്ങനെ ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റും ഈ ലിങ്കേജും ഈ പറയുന്ന ലോഡ് സ്കോറും തമ്മിലുള്ളൊരു റിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ കാണുക. ഓക്കെ.